അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഈ എക്സസൈസിൽ മാഹാദ ഇതെന്താണ് മാഹാദ. അപ്പോൾ കുറേ ചിത്രങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ സ്ത്രീലിംഗം ഉള്ളതുകൊണ്ട് ബുദ്ധിയില്ലാത്തതാണെല്ലാം. പക്ഷെ ബുദ്ധിയില്ലാത്തതാണെങ്കിൽ നമുക്കറിയാം അറബി ഭാഷയിൽ സ്ത്രീലിംഗാകാം പുല്ലിംഗാകാം. അപ്പോൾ സ്ത്രീലിംഗാണെങ്കിൽ ഹാദിഹി എന്ന് പറയണം, പുല്ലിംഗാണെങ്കിൽ ഹാദ എന്ന് പറയണം. അത്രയേ ഉള്ളൂ ഈ എക്സസൈസിൽ. അപ്പോൾ മാഹാദ. അപ്പോൾ ആദ്യത്തെ നോക്കൂ, പേനയാണ്. അപ്പോൾ ഹാദ കലമുൻ, പേന പുല്ലിംഗാണ്. അപ്പോൾ ഹാദ കലമുൻ. ഹാദ മുബ്തദഉൻ മർഫൂൻ, കലമുൻ ഖബറുൻ മർഫൂൻ. പിന്നെന്താ, സ്പൂണാണ്. സ്പൂണിന് എന്താ പറയുക? മിൽ അഖത്തുൻ, സ്ത്രീലിംഗാണ്. മിൽ അഖത്തുൻ നമ്മൾ പഠിച്ചതാണ്. താ ഉണ്ട്, സ്ത്രീലിംഗത്തിൻ്റെ അടയാളുണ്ട്. അപ്പോൾ എന്താ പറയുക? ഹാദിഹി. ഇനി ഹാദ എന്ന് പറയാൻ പാടില്ല. ഹാദിഹി മിൽ അഖത്തുൻ. ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, മിൽ അഖത്തുൻ ഖബറുൻ മർഫൂൻ. പിന്നെ അടുത്തെന്താ? കിതാബ്. കിതാബ് നമുക്കറിയാം പുല്ലിംഗാണ്. അപ്പോൾ ഹാദ കിതാബുൻ. ഹാദ മുബ്തദഉൻ മർഫൂൻ, കിതാബുൻ ഖബറുൻ മർഫൂൻ. അടുത്തെന്താ? ഖമീസ്. ഖമീസ് പുല്ലിംഗാണ്. അപ്പോൾ ഹാദ ഖമീസുൻ. അടുത്തെന്താ? ബൈത്തുൻ. ഹാദ ബൈത്തുൻ. ബൈത്ത് പുല്ലിംഗാണ്. അടുത്തെന്താ? വാച്ചാണ്. സാഅത്തുൻ. സാഅത്തുൻ. അപ്പോൾ സ്ത്രീലിംഗാണ്. സ്ത്രീലിംഗത്തിൻ്റെ അടയാളുണ്ട്, താ മർബൂത്ത. സാഅത്തുൻ. അപ്പോൾ ഹാദിഹി. ഹാദിഹി സാഅത്തുൻ. ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, സാഅത്തുൻ ഖബറുൻ മർഫൂൻ. അടുത്തെന്താ? കാറാണ്. സയ്യാറത്തുൻ. സ്ത്രീലിംഗത്തിൻ്റെ അടയാളമുള്ള പദം. അപ്പോൾ സയ്യാറത്തുൻ. അപ്പോൾ ഹാദിഹി സയ്യാറത്തുൻ. ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, സയ്യാറത്തുൻ ഖബറുൻ മർഫൂൻ. പിന്നെന്താ? ബാബുൻ. അപ്പോൾ ഹാദ ബാബുൻ, പുല്ലിംഗാണ്. വാതിൽ പുല്ലിംഗാണ്. പിന്നെ കാല്. കാല് രണ്ടെണ്ണമുള്ള അവയവം. അപ്പോൾ ഏതാ? സ്ത്രീലിംഗാണ്. അപ്പോൾ ഹാദിഹി റിജുലുൻ. ഹാദിഹി റിജുലുൻ. പിന്നെ സൈക്കിള്. ദറാജത്തുൻ. സൈക്കിൾ എന്താ? ദറാജത്തുൻ, സ്ത്രീലിംഗാണ്. അപ്പോൾ ഹാദിഹി ദറാജത്തുൻ. പിന്നെ കൈ, രണ്ട് അവയവങ്ങളുണ്ട്. കൈ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഹാദിഹി യദുൻ. ഹാദിഹി യദുൻ, ഇതൊരു കൈയാകുന്നു. ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, യദുൻ ഖബറുൻ മർഫൂൻ. പിന്നെന്താ? ഇത് കണ്ണാകാം മൂക്കാകാം, അല്ലെ? രണ്ടും ചിത്രത്തിലുണ്ട്. അപ്പോൾ കണ്ണാണെങ്കിൽ രണ്ട് കണ്ണുണ്ട് ഒരാൾക്ക്. അപ്പോൾ ഹാദിഹി ഐനുൻ. മൂക്കാണെങ്കിൽ ഒറ്റ മൂക്കേ ഒരാൾക്കുള്ളൂ. അപ്പോൾ ഹാദ അൻഫുൻ. അപ്പോൾ കണ്ണ് വരുമ്പോൾ ഹാദിഹി സ്ത്രീലിംഗം, മൂക്ക് ഒറ്റ അവയവേ ഉള്ളൂ, അതുകൊണ്ട് ഹാദ. ഹാദ അൻഫുൻ. പിന്നെ അടുത്തത് വായയാണ്. ഒറ്റ വായേ ഉള്ളൂ. അപ്പോൾ ഹാദ ഫമുൻ. ഹാദ ഫമുൻ. വായക്ക് ഫമുൻ എന്നാണ് പറയാം. പിന്നെ ഇതിൻ്റെ അകത്ത് മിൽ അക്കത്തുൻ, സ്പൂണുണ്ട്. അത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഖിദുറുൻ. ഖിദുറുൻ സ്ത്രീലിംഗാണ്. താ മർബൂത്ത് ഇല്ലാത്ത പദമാണ്, സ്ത്രീലിംഗാണ്. അപ്പോൾ ഹാദിഹി ഖിദുറുൻ. പിന്നെ ഇസ്തിരിപ്പെട്ടി. മിക്വാത്തുൻ, സ്ത്രീലിംഗാണ്. താ മർബൂത്ത് ഉണ്ട്, മിക്വാത്തുൻ. അപ്പോൾ ഹാദിഹി മിക്വാത്തുൻ. ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, മിക്വാത്തുൻ ഖബറുൻ മർഫൂൻ. കുർസിയുൻ പുല്ലിംഗാണ്, പഠിച്ചതാണ്. ഹാദ കുർസിയുൻ. ഹാദ കുർസിയുൻ. സല്ലാജത്തുൻ. സല്ലാജത്തുൻ ഫ്രിഡ്ജ്. അപ്പോൾ പെണ്ണാണ്. സല്ലാജത്തുൻ, താമർബൂത്തുണ്ട്. അപ്പോൾ സ്ത്രീലിംഗം. അപ്പോൾ ഹാദിഹി സല്ലാജത്തുൻ. പിന്നെ താക്കോല്. മിഫ്താഹുൻ. ഹാദ മിഫ്താഹുൻ, പുല്ലിംഗാണ്. മസ്ജിദുൻ പുല്ലിംഗാണ്. ഹാദ മസ്ജിദുൻ. പിന്നെ അവസാനത്തത് നക്ഷത്രം. നജ്മുൻ പുല്ലിംഗാണ്. ഹാദ നജ്മുൻ. അപ്പോൾ ഇങ്ങനെയാണ് ഹാദ ഹാദിഹി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹാദ പുല്ലിംഗത്തിനും ഹാദിഹി സ്ത്രീലിംഗത്തിനും. ഒറ്റ അവയവമുള്ളതാണെങ്കിൽ പുല്ലിംഗാണ്, അപ്പോൾ ഹാദ പറയണം. രണ്ട് അവയവങ്ങളുള്ളതാണെങ്കിൽ രണ്ട് കൈ പോലെ, അപ്പോൾ സ്ത്രീലിംഗാണ്, ഹാദിഹി പറയണം. ബാറക്കല്ലാഹു ഫീക്കും.